ഈശോ മിശിഹായുടെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലീഹന്മാരിൽ ഒരാളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. കാരണം യേശുവിന്റെ വക്ഷസ്സിനോട് ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തെ ഹൃദയ മന്ത്രണങ്ങളെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. നമ്മോടൊക്കെ ഈ വിശുദ്ധ പറയുന്നതും ഇത് തന്നെയാണ്. ഈശോയുടെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പല മാതാപിതാക്കളും ഇത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ ഫോർമേഷൻ എന്ന്. ഞാനപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഇവർ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുർബാന ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1-2 വർഷം കൊണ്ട് മലയാളം അറിയാവുന്നവർക്കൊക്കെ ചെല്ലാവുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ റൂബ്രിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് ചൊല്ലാവുന്നതാണ്. പക്ഷേ കുർബാനയായി മാറുക എന്ന് പറയുന്നത് അതിന് വർഷങ്ങൾ വേണ്ടി വരുമല്ല. കാരണം ബലിയർപ്പിച്ച് ബലിയായി തീരുക എന്ന ഒരു പുരോഹിതന്റെ ധർമ്മമുണ്ട്. അതായിത്തീരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും, കാലങ്ങളെടുക്കും. കാരണം അവന്റെ ഉള്ളിലുള്ള അഹംഭാവം വെടിയണമെങ്കിൽ, അഹങ്കാരം വെടിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വർഷങ്ങൾ ആവശ്യമാണ്. ഈശോയായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ഈശോയിലേക്ക് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈശോയും മാറി മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന ഒരു വ്യക്തിയായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് വർഷങ്ങളെടുക്കും എന്നുള്ളതാണ്. ജോണൊക്കെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞാൻ അവർക്ക് വായിക്കാൻ കൊടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറയാറുള്ളതാണ് കേട്ടോ. ആൽക്കമിസ്റ്റ് എന്നൊരു നോവലായിരുന്നു. അവർക്കൊക്കെ വായിക്കാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരുന്നു. അപ്പൊ അവർക്ക് കൊടുത്തൊരു പുസ്തകമായിരുന്നു. ആ ആൽക്കമിസ്റ്റില് ചിന്താമണി എന്നൊരു തത്വമുണ്ട്. ഒരു നോവലാണ്, ഒരു സാങ്കല്പികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ചിന്താമണി എന്ന് പറയുന്നത് ഒരു ലോഹമാണ്. ആ ലോഹം ഏത് കെട്ട ലോഹത്തിന്റെ കൂടെ ഇട്ടാലും സ്വർണമായിട്ട് മാറും എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുക. എന്നിട്ട് ആ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഈ സ്വർണത്തെ കുറിച്ച് പറയാനല്ല, അത് ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മനസാക്ഷിയെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ നോവലിസ്റ്റ് പറയുകയാണ്, ഈ സ്വർണത്തിന്റെ ഈ ചിന്താമണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം തീക്കരികിലിരുന്ന് കെട്ട ലോകത്തെ കറകളഞ്ഞെടുക്കുന്നതോടൊപ്പം ആ വ്യക്തിയുടെ മനസ്സിലെ അഹംഭാവവും അഹങ്കാരവുമെല്ലാം കെട്ടുപോകുന്നു എന്ന്. കറതീർന്ന സ്വർണം പോലെ കറതീർന്ന മനുഷ്യനായിട്ട് തീരുവാനായിട്ട് അത് അവനെ ഉപകരിക്കുമെന്ന് ആ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് കരോളച്ചൻ നമുക്കായി ബലിയർപ്പിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഈ കെട്ടലോകത്തിൽ കറ കൂടാതെ തിളങ്ങുന്ന സ്വർണമായി തീരുവാനായിട്ട്, തൊടുന്നതെല്ലാം പൊന്നായി തീരുവാൻ, കടന്നു ചെല്ലുന്നിടം അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് കരോളച്ചനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട്, മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും ഒരു പുരോഹിതനാകുന്നു. ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് പുരോഹിത, നിനക്ക് സ്വന്തമായി ഒന്നുമില്ല, ഈ ബലിപീഠം മാത്രം. ഈശോയെ ബലിപീഠം കേന്ദ്രമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.